ഒടിയൻ്റെ കണ്ണ്. കണ്ണൂരിലെ ഒരു ഉൾഗ്രാമം. അവിടെ കുന്നിൻ മുകളിലെ ഏക്കറുകളോളം പടർന്നു കിടക്കുന്ന ഒരു പറമ്പും അതിൻ്റെ നടുവിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു പഴയ മനയുമുണ്ട്. നമ്പീശൻ മന. ആ മനയ്ക്ക് ചുറ്റുമുള്ള പറമ്പിൽ രാത്രിയായാൽ വിചിത്രമായ പലതും സംഭവിക്കുമെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്നു. അനൂപ് ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. ജോലി സംബന്ധമായി ആ ഗ്രാമത്തിൽ എത്തിയ അവന് താമസിക്കാൻ സർക്കാർ അനുവദിച്ചത് ഈ മനയുടെ അടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സാണ്. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് ജീപ്പിൽ മടങ്ങുകയായിരുന്നു അനൂപ്. മനയുടെ പടിക്കലെത്തിയപ്പോൾ റോഡിന് നടുവിൽ ഒരു ഭീകരനായ കറുത്ത കാള നിൽക്കുന്നത് അവൻ കണ്ടു. കൊമ്പുകൾക്ക് അസാധാരണമായ നീളം, കണ്ണുകൾ തീക്കല്ലിൽ പോലെ ചുവന്നിരിക്കുന്നു. അനൂപ് ഹോൺ അടിച്ചു. പക്ഷേ കാള അനങ്ങുന്നില്ല. ദേഷ്യം വന്ന അവൻ ജീപ്പിൽ നിന്നിറങ്ങി. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ ആ കാള അപ്രത്യക്ഷമായി. അവിടെ ആകെ അവശേഷിച്ചിരുന്നത് കരികലുകൾക്കിടയിൽ നിന്ന് വല്ലാത്ത ഒരു മണം മാത്രമായിരുന്നു. ചത്ത മൃഗത്തിൻ്റെയും നെയ്യിൻ്റെയും കലർന്ന മണം. അന്ന് രാത്രി അനൂപിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ജനലിന് പുറത്ത് ആരോ നടക്കുന്നു. പതുക്കെയുള്ള കാൽപ്പെരുമാറ്റം. അവൻ ജനൽപ്പാളികളിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് ഒരു വിചിത്ര രൂപം, ഒരു മനുഷ്യൻ. പക്ഷേ അയാൾ 4 കാലിൽ മൃഗത്തെപ്പോലെയാണ് നടക്കുന്നത്. അയാളുടെ വസ്ത്രം കരി പുരണ്ടതാണ്. ചെവിക്ക് പിന്നിൽ ചെറിയൊരു ചുരുൾ ഇരിക്കുന്നു. അത് ഒടിയനാണ്. പിന്നിൽ നിന്ന ഒരു വൃദ്ധൻ്റെ ശബ്ദം കേട്ട് അനൂപ് ഞെട്ടിപ്പോയി. അത് ആ ക്വാർട്ടേഴ്സിൻ്റെ പഴയ കാവൽക്കാരൻ ശങ്കരൻ നായരായിരുന്നു. മോനെ, ഒടിയൻ വരുന്നത് വെറുതെയല്ല. അയാൾക്കൊരാളെ ഓടിക്കണം. ഈ മനയുടെ പഴയ അവകാശികൾ ആരോ അയാളെ കൂലിക്ക് വിളിച്ചതാണ്. അയാൾ വേഷം മാറി വരും. കാളയോ പൂച്ചയോ ഈനാമ്പേച്ചിയോ, ശങ്കരൻ നായർ വിരയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. പെട്ടെന്ന് മുറ്റത്ത് നിന്നിരുന്ന ആ രൂപം നേരെ നിന്നു. അത് അനൂപിൻ്റെ മുറിയിലെ ജനലിന് നേരെ നോക്കി. ആ മുഖം കണ്ട് അനൂപിൻ്റെ ചോര മരവിച്ചുപോയി. അതിന് മുഖമില്ലായിരുന്നു. കണ്ണുകൾ ഇരിക്കേണ്ട സ്ഥലത്ത് 2 വലിയ കുഴികൾ മാത്രം. അതിൽ നിന്ന് കറുത്ത ദ്രാവകം ഒഴുകുന്നു. അയാൾ കൈകൾ വീശിയപ്പോൾ മുറിയിലെ ലൈറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിച്ചു. ഇരുട്ടിൽ ആ രൂപം ജനൽ തകർത്ത് അകത്തേക്ക് വരാൻ ശ്രമിച്ചു. അനൂപ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കൊണ്ട് ആ രൂപത്തിന് നേരെ അടിച്ചു. പക്ഷേ പ്രകാശം അയാൾക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഒടുവിൽ മുറിയിലുണ്ടായിരുന്ന ഒരു ദൈവചിത്രത്തിന് മുന്നിലെ നിലവിളക്ക് എടുത്ത് അനൂപ് ആ രൂപത്തിന് നേരെ എറിഞ്ഞു. എണ്ണ പടർന്ന് തീ ആളിപ്പടർന്നതും ആ രൂപം ഭീകരമായ നിലവിളി കൊണ്ട് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ പഴയ മനയിലൂടെ പിന്നിലെ കാട്ടിൽ നാട്ടുകാർ ഒരാളെ മരിച്ച നിലയിൽ കണ്ടു. അയാൾ ആ ഗ്രാമത്തിലെ പഴയൊരു മന്ത്രവാദിയായിരുന്നു. വിചിത്രമായ കാര്യം അതല്ല, അയാളുടെ ശരീരം പൂർണ്ണമായും ഒടിഞ്ഞ നിലയിലായിരുന്നു. അയാളുടെ ചെവിക്ക് പിന്നിൽ ഒരു ചെറിയ ഒടിമരുന്ന് കുപ്പി ഉണ്ടായിരുന്നു. ഏറ്റവും ഭയാനകമായത്, അയാളുടെ മുഖത്ത് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. അനൂപ് അന്ന് തന്നെ ആ സ്ഥലം വിട്ടു. പക്ഷേ ഇന്നും രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡിന് നടുവിൽ ഒരു കറുത്ത കാളയെ കണ്ടാൽ അവൻ വണ്ടി നിർത്താറില്ല. കാരണം ഒടിയൻ ഇപ്പോഴും വേഷം മാറി നടക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ വീടിന് പിന്നിൽ ഇരുട്ടിലും അയാൾ കാത്തു നിൽക്കുന്നുണ്ടാകാം.
ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടിന് പുറത്ത് എവിടെയെങ്കിലും ഒരു മരം ഒടിയുന്ന ശബ്ദം കേട്ടോ? എങ്കിൽ പുറത്തിറങ്ങി നോക്കരുത്. അത് ചിലപ്പോൾ അയാൾ നിങ്ങളെ വിളിക്കുന്നതാകാം.